സംസ്ഥാനത്തെ താപനില 2 ദിവസം മാറ്റമില്ലാതെ തുടരും. സാധാരണ ദിവസത്തേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കും. ഇടുക്കി, വയനാട് ജില്ലകൾ ഒഴികെയുള്ള 12 ജില്ലകൾക്കുള്ള യെല്ലോ അലർട്ട് തുടരുകയാണ്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, സംസ്ഥാനത്ത് ചൂട് വർദ്ധിക്കുന്നു. നമുക്കിപ്പോഴേ താങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള വലിയ ചൂടാണ്, കൊടും ചൂടാണ്. പുറം ജോലി ചെയ്യുന്നവർ അവർക്കൊക്കെ തന്നെ ജാഗ്രതാ നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട്. എന്താണ് നിലവിലത്തെ സാഹചര്യം? രാഖി, സംസ്ഥാനത്ത് കടുത്ത ചൂട് തുടരുന്നൊരു സാഹചര്യമാണ്. 2 ദിവസം കൂടി ഈ നില തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും അറിയിക്കുന്നത്. നിലവിൽ പാലക്കാട് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 40.1 ഡിഗ്രി സെൽഷ്യസ് ആണ് താപനില. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് 34 ഡിഗ്രി സെൽഷ്യസ്. പുനലൂരേക്ക് ഇത്തരത്തിലാണ് താപനില റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എല്ലായിടങ്ങളിലും ഇത്തരത്തിൽ താപനില വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട്. പുനലൂർ 39 ഡിഗ്രി സെൽഷ്യസ് ആണ്, 39.5 ഡിഗ്രി സെൽഷ്യസ് ആണ് പുനലൂർ റിപ്പോർട്ട് ചെയ്തത്. സമാനമായ സാഹചര്യം 34 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് എല്ലാ ജില്ലകളിലും താപനില ഉയർന്നു നിൽക്കുന്ന സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ താപനില ഉയർന്നു നിൽക്കുന്നത് കൊണ്ട് തന്നെ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പൊതുജനങ്ങളടക്കം ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നുണ്ട്. അടുത്ത 2 ദിവസം കൂടി സമാനമായൊരു സാഹചര്യം ഉണ്ടാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഉഷ്ണതരംഗ സാധ്യത മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നൊരു മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്നുണ്ട്. പൊതുജനങ്ങൾ സൂര്യപ്രകാശം നേരിട്ട് ശരീരത്തിൽ പതിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന നിർദ്ദേശമാണ് നൽകുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ സൂര്യതാപം ഏൽക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല മറ്റ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും ഇതുമൂലം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നൊക്കെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുന്നൊരുക്കങ്ങൾ നടത്തുവാൻ, ഇതുമായി ബന്ധപ്പെട്ട് ചൂടുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന രോഗങ്ങൾ, ആ രോഗപ്രതിരോധ സംബന്ധമായിട്ടുള്ള മുന്നൊരുക്കങ്ങളെല്ലാം നടത്തുവാനും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ഒക്കെ അറിയിപ്പ് കൂടി ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇത്രയുമൊക്കെ പറയുമ്പോൾ പോലും സംസ്ഥാനത്ത് വേനൽ മഴ കൂടി ഉണ്ടാകുമെന്നൊരു അറിയിപ്പ് കൂടി കഴിഞ്ഞ ദിവസം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ 28-30 ദിവസങ്ങളിലെല്ലാം 30 തീയതികളിലെല്ലാം ശക്തമായ രീതിയിലുള്ള മഴ, ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും 40 മുതൽ 50 കിലോമീറ്റർ വേഗതയിൽ വരെ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് എന്നതടക്കമുള്ള ഒരു അറിയിപ്പ് കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. എന്തായാലും കനത്ത ചൂടാണ് എല്ലായിടത്തും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പൊതുജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ്. നേരത്തെ തന്നെ മാനദണ്ഡങ്ങൾ പുറത്തിറക്കിയിരുന്നു. കാരണം പുറംപണിയിൽ ഏർപ്പെടുന്ന, പുറം ജോലികളിൽ ഏർപ്പെടുന്നവരെല്ലാവരും 10 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിൽ ജാഗ്രത പാലിക്കണം, സൂര്യപ്രകാശം നേരിട്ട് ശരീരത്തിൽ ഏൽക്കാൻ ശ്രദ്ധിക്കണം എന്നതടക്കമുള്ള മുന്നറിയിപ്പുകളെല്ലാം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നേരത്തെ നൽകിയിരുന്നു. എന്തായാലും കനത്ത ചൂട് സംസ്ഥാനത്ത് തുടരുകയാണ്. ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പുകൾ നിലനിൽക്കുകയും എന്തായാലും സംസ്ഥാനത്ത് ചുട്ടുപൊള്ളുന്ന ചൂട് തുടരുകയാണ്. വരും ദിവസങ്ങളിൽ ആ ചൂട് കൂടുതൽ കടുക്കും എന്നുള്ളത് വലിയ ആശങ്കയായി മാറുന്നുണ്ട്. 4 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയരുമെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും 2 ജില്ലകൾക്ക് മാത്രമാണ് തെല്ലൊരാശ്വാസമുള്ളത്. 12 ജില്ലകൾക്ക് യെല്ലോ അലേർട്ട്. ജനങ്ങൾ ജാഗ്രത പാലിക്കുക, നന്നായി വെള്ളം കുടിക്കുക, അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക, ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങളെല്ലാം പാലിക്കുക എന്നുള്ളതാണ്. നമുക്ക്